നിങ്ങളിൽ പലരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ റീൽസിനും വളരെ നന്നായി തന്നെ വ്യൂസും എൻഗേജ്മെൻറ്റും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പല ഫ്രണ്ട്സിനും നിങ്ങളെക്കാട്ടിലും കുറവ് ഫോളോവേഴ്സും വ്യൂസും ഒക്കെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. പക്ഷേ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു സ്പാമി ബിഹേവിയറുള്ള അക്കൗണ്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്പാം അക്കൗണ്ടായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ചും ഫേസ്ബുക്ക് പെതുക്കെ കുറച്ചുകൊണ്ടേയിരിക്കും. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു സ്പാം അക്കൗണ്ടായി മാറാനുള്ള 6 കാരണങ്ങൾ ഫേസ്ബുക്ക് തന്നെ പറയുന്നുണ്ട്. ഈ 6 കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് 6ാമത്തെ കാരണം നിങ്ങളിൽ മാക്സിമം ആളുകളും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി ആ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് വീണ്ടും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ 1ാമത്തെ കാരണം എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി വീഡിയോസ്. അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന ബാക്കി 5 കാരണങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ലോ ക്വാളിറ്റി വീഡിയോസിനുള്ളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അത് ക്വാളിറ്റി കുറവുള്ള വീഡിയോസ് ആണെങ്കിൽ, റെസൊല്യൂഷൻ കുറവുള്ള വീഡിയോസ് ആണെങ്കിൽ അതും ഈ ലോ ക്വാളിറ്റി വീഡിയോസിനുള്ളിൽ തന്നെ വരുന്നതാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് റീയൂസ്ഡ് കണ്ടന്റ് ആണെങ്കിൽ, റിപ്പീറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ, സ്പാം വീഡിയോസ് ആണെങ്കിൽ, ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് വീഡിയോസ് ആണെങ്കിൽ, ഒരുപാട് ലൂപ്പിംഗ് ടെൻഡൻസി ഉള്ള വീഡിയോസ് ആണെങ്കിൽ, ഇതേപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോസും ലോ ക്വാളിറ്റി വീഡിയോസ് ആയിട്ടാണ് ഈ ഫേസ്ബുക്ക് കണക്കാക്കുന്നത്. അപ്പം ഇങ്ങനെ ലോ ക്വാളിറ്റി വീഡിയോസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ 1ാമത്തേത് ഫേസ്ബുക്ക് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അത് ഉറപ്പായ കാര്യമാണ്, ഫേസ്ബുക്ക് തന്നെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് നിങ്ങളുടെ ഈ റീൽസിനെ സപ്രസ് ചെയ്ത് വെക്കും. ഫേസ്ബുക്ക് മറ്റുള്ള ിലേക്ക് നിങ്ങളുടെ ഈ റീൽസിനെ എത്തിക്കത്തേയില്ല. നിങ്ങൾക്ക് ഇവിടെ വ്യൂസ് പെതുക്കെ കുറഞ്ഞു പോകും. 2ാമത്തേത് ഫേസ്ബുക്ക് ഓഡിയൻസിനും ഒരു സെറ്റിങ്സിനുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഓഡിയൻസിന് വേണമെങ്കിൽ അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ലോ ക്വാളിറ്റി വീഡിയോസ് അവരുടെ പ്രൊഫൈലിലാണെങ്കിലും പേജിലാണെങ്കിലും കാണിക്കരുത്. ഈ രീതിയിൽ അവർക്ക് സെറ്റിങ്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളൂടെ ഒന്നിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലിടുന്ന ലോ ക്വാളിറ്റി വീഡിയോസിന് ഒട്ടുമേ വ്യൂസ് കിട്ടത്തേയില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യൂസും കിട്ടത്തില്ല, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷനും കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോ ക്വാളിറ്റി വീഡിയോസ് നിങ്ങൾ ഇടാറുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തുക. ഇനി അടുത്തത് ക്ലിക്ക് ബൈറ്റ് ഓർ വാച്ച് ബൈറ്റ്. അതായത് നിങ്ങളൊരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിക്ക് ബൈറ്റ് കൂട്ടാനായിട്ട് അതിൻ്റെ ടൈറ്റിലിൽ ഒരു സെൻസേഷണൽ ഹെഡ്ലൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു മിസ്ലീഡിങ് ഹെഡ്ലൈൻ കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ തംബ്നെയിലിൽ ഇതേപോലെ നിങ്ങൾ സെൻസേഷണൽ ഹെഡ്ലൈനോ മിസ്ലീഡിങ് ഹെഡ്ലൈനോ കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോയ്ക്കുള്ളിൽ കണ്ടന്റിനുള്ളിൽ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ഈ ക്ലിക്ക് ബൈറ്റ് കൂട്ടാനായിട്ട് കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഇത് തെറ്റായ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു സ്പാം ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ടിന് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ റീലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ മെയിൻ കണ്ടന്റിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ മെയിൻ കണ്ടന്റിനെക്കാട്ടിലും കൂടുതൽ സമയവും നിങ്ങൾ ഓഡിയൻസിന് പ്രഷർ ഇട്ടുകൊണ്ട് ഈ ഒരു സംഭവമാണ് പറയുന്നതെങ്കിൽ ഇതും സ്പാം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ സ്പാം ആവുകയാണ്. ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അപ്പോൾ ഈ പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കൊള്ളുക. ഇനി അടുത്തതാണ് ഗീവ് അവേസ്. അതായത് നിങ്ങളുടെ റീൽസിന് കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് നിങ്ങൾ പലതരത്തിലുള്ള ഗീവ് അവേസും ഈ പബ്ലിക്കിന് ഓഫർ ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റീൽസിൻ്റെ തംബ്നെയിലിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ റീൽസിന് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടണം. അപ്പോൾ ഫേസ്ബുക്കിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങളുടെ ലൈക്സ്, കമൻസ്, ഷെയർസ് ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമ്പോഴാണ് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഗീവ് അവേയിലൂടെ പബ്ലിക്കിനോട് പറയുന്നത്, അവരോട് പറയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിൽ നിന്നും ഒരാളെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് നിങ്ങൾ ഗീവ് അവേ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും. ഇങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഗീവ് അവേയിലൂടെ പറയുന്നത്.
പക്ഷേ ഫേസ്ബുക്കിൻ്റെ കണ്ണിൽ ഈ ഒരു പരിപാടി ചെയ്ത് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫേസ്ബുക്കിലൊരു ഗീവ് അവേ സ്കാമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു സ്പാം അക്കൗണ്ടായി മാറിപ്പോകും. പിന്നീട് ഫേസ്ബുക്ക് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കൊള്ളുക. ഇനി നാലാമത്തേത് ഫോൾസ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷൻ. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇടുന്ന റീൽസിലൂടെ നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള റീൽസും ഫേസ്ബുക്കിൽ സ്പാമായി മാറും. ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ തന്നെ സ്പാമാക്കി കളയും. നിങ്ങൾക്ക് ഇവിടെയും ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. ഇനി അഞ്ചാമത്തേത് ലോങ് ഓർ ഇറലവൻറ്റ് ക്യാപ്ഷൻസ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസിന് നിങ്ങൾ ആ ക്യാപ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ചെഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ റീലുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ക്യാപ്ഷനിൽ കൊടുക്കുന്നതെങ്കിലും വ്യൂസ് കൂട്ടാൻ വേണ്ടി പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇറലവൻറ്റ് ക്യാപ്ഷനായി പോകും. ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ ഒരു സ്പാം അക്കൗണ്ടായി കൺസിഡർ ചെയ്യും. ഇവിടെയും ഫേസ്ബുക്ക് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ തരത്തില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റീച്ചും പെതുക്കെ കുറച്ച് കളയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും എത്രയും പെട്ടെന്ന് നിർത്തുക. ഇനി ലാസ്റ്റ് ആറാമത്തേത്, നിങ്ങളിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു തെറ്റാണിത്. അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ ഹാഷ്ടാഗ്സ് കൊടുക്കുമ്പോൾ അത് 5 ഹാഷ്ടാഗ്സിൽ കൂടാൻ പാടില്ല. നിങ്ങളിൽ പലരുടെയും ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട്, പലരും വാരി വലിച്ച് ഹാഷ്ടാഗ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 5 ഹാഷ്ടാഗ്സിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സ്പാമായി പോകും. ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഫേസ്ബുക്ക് തരത്തില്ല. പക്ഷേ നിങ്ങളിൽ പലരും ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, ഞങ്ങൾ 5 ഹാഷ്ടാഗ്സിൽ കൂടുതൽ കൊടുക്കാറുണ്ട്, ഞങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആണ്, ഇങ്ങനെ പലരും പറഞ്ഞെന്ന് വരാം. അങ്ങനെയുള്ള അക്കൗണ്ടുകളെ എനിക്കും അറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഫേസ്ബുക്ക് AIക്ക് ഒന്നുകിൽ തെറ്റ് പറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇതേ രീതിയിൽ 5 ഹാഷ്ടാഗ്സിൽ കൂടുതൽ കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഫേസ്ബുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോണിറ്റൈസ് ആയ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ഫേസ്ബുക്ക് ചിലപ്പോൾ ഡീമോണിറ്റൈസ് ചെയ്തെന്നും വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിർത്തി നിങ്ങൾ നല്ല രീതിയിൽ റീൽസ് ഇട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി മുതൽ നിങ്ങൾ ഫേസ്ബുക്കിൽ റീൽസ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.